ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 21-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിന് മുമ്പ് പ്രവാചകൻ പറഞ്ഞത് സ്വീകരിച്ചില്ല. നെബൂഖദ്നേസർ രാജാവും പട്ടാളക്കാരും ജെറൂസലേം കവാടത്തിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ജെറമിയ എഴുതി തുടങ്ങുകയാണ്. സെദേക്കിയ രാജാവ് മൽക്കിയായുടെ മകനായ പാഷൂറിനെയും മെസ്സയായുടെ മകനായ പുരോഹിതൻ സെഫനിയായെയും ജെറമിയായുടെ അടുക്കൽ അയച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം. ജെറമിയ അവരോട് പറഞ്ഞു, സെദെക്കിയായോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽദായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ. നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും. ഞാൻ തന്നെ കരുത്തറ്റ കരം നീട്ടി രോഷത്തോടെ, കോപത്തോടെ, ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും. മനുഷ്യരും മൃഗങ്ങളും മഹാമാരികളും മരിക്കും. അതിനുശേഷം ഞാൻ യൂദാ രാജാവായ സെദെക്കിയായെയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെയും അവരുടെ ശത്രുക്കളുടെയും അവരുടെ ജീവനെ തേടുന്നവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ അവരെ വാളിനിരയാക്കും. ദയയോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ജനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. നഗരത്തിൽ തങ്ങുന്നവൻ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും. എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽദായർക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും. യുദ്ധത്തിന്റെ സമ്മാനം എന്ന നിലയിൽ അവന് തന്റെ ജീവൻ കിട്ടും. എന്തെന്നാൽ എന്റെ മുഖം ഈ നഗരത്തിനു നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും. അവനത് അഗ്നിക്ക് ഇരയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് രാജാവിന്റെ അനുജന്മാരും പുരോഹിതന്മാരും യെർമിയ പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വരികയാണല്ലോ. യുദ്ധസന്നാഹങ്ങളുമായി നെബൂഖദ്നേസർ രാജാവ് ജെറൂസലേം കവാടത്തിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന അവസരം തന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നവരോട് പറയുന്നുണ്ടല്ലോ. ദൈവമേ, ഇസ്രായേൽ ജനം ദൈവം നൽകിയ സന്ദേശങ്ങൾ സ്വീകരിക്കാതെ രാജ്യം തന്നെ നഷ്ടപ്പെടുന്നതും പിഴുതെറിയപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതുമാണല്ലോ കാണുന്നത്. നെബൂഖദ്നേസർ രാജാവിന് കീഴടങ്ങിയ 10,000 ആളുകളെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദൈവമേ, ആപത്തുകളും അപകടങ്ങളും കുടുംബനാശവും വരുന്നതിന് മുമ്പ് ദൈവം നൽകുന്ന വചനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനമനുസരിച്ച് മുന്നേറുന്ന കുടുംബങ്ങളാകട്ടെ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവമേ, നന്ദി. ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവമേ, നന്ദി.